അഗ്രഗണ്യം ഭയങ്കര ആലോചനയിലാണല്ലോ. എന്ത് സുനാമിയാണോ ഉണ്ടാക്കാൻ പോകുന്നത്? നീ പറയുന്നത് കേട്ടിട്ട് അമേരിക്കൻ പയ്യൻ റീനയെ കാണാനാണ് വരുന്നതെന്ന് തോന്നുന്നു. അതെ. വന്ന് കണ്ട് അടുത്ത് പഴകി എന്നിട്ടൊരു തീരുമാനമെടുത്തല്ലേ കല്യാണം കഴിക്കാൻ പറ്റൂ. ഈ പെണ്ണ് പയ്യനെ ഇതുവരെയും കണ്ടിട്ടേ ഇല്ലല്ലോ. കണ്ടിട്ടേ ഇല്ല. ഞാൻ നിന്നോടാണോ ചോദിച്ചത്? അല്ല. വയറച്ച് മിണ്ടായിരടാ. ഓക്കെ സാർ. ആ പെണ്ണിനെ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണോ? യു റിയലി ലവ് ഹർ? അങ്ങനെ വരട്ടെ. അമേരിക്കയിൽ നിന്ന് ആ പയ്യൻ വരാൻ ഒരാഴ്ച ഉണ്ടല്ലോ. ദാറ്റ് മീൻസ് 7 days. അതിനുള്ളിൽ നീ ആ പെണ്ണിന്റെ വീട്ടിൽ പോകുന്നു. എന്താ സുബ്രഹ്മണ്യ എന്താ ഈ പറയുന്നത്? ഞാൻ അവിടെ പോയ പ്രശ്നമാവില്ലേ? ആകും. പിന്നെ രാജേഷ് ആയിട്ട് പോയാൽ പ്രശ്നമാവും. എന്നാൽ ആ അമേരിക്കൻ പയ്യൻ രാജീവായിട്ട് പോയാലോ? അത് ആൾമാറാട്ടം, അഡൾട്ടറി, പോലീസ് കേസാവും. വായ തുന്നിക്കെട്ട്. ഞാൻ പ്രേമിക്കണമെങ്കിൽ ആശ മാത്രം പോരാ, ധൈര്യവും വേണം. ഡാ മോനെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേക്ക്. നീ രാജീവായിട്ട് ആ വീട്ടിൽ പോണം. 5-6 ദിവസം അവളുമായിട്ട് അടുത്ത് പഴക്. നിന്റെ അടുപ്പം കണ്ട് അവള് ലവ് ചെയ്തോളും. നിന്നെ ചെയ്തോളും. എപ്പോ അവൾ വായ തുറന്ന് ഐ ലവ് യു എന്ന് പറയുന്നു, അപ്പൊ കമന്ന് കാല് വീണേരെ. എന്നിട്ട് സത്യം പറയുക, ഞാൻ രാജീവല്ല, ലോക്കൽ പാർട്ടി രാജേഷ് ആണെന്ന്. അങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്യ്. ഓപ്പൺ ചെയ്യാനോ? പിണങ്ങിയാലോ? ഇവന്റെ ജീവിതം വെച്ച് വെറുതെ റിസ്ക് എടുക്കണ്ട. ഇതൊന്നും വർക്കൗട്ട് ആകുന്ന കാര്യമല്ല. കരുണ കൊണ്ട് അലിയിച്ചാൽ കല്ലും അലിയുമിടാ. ഇവള് പെണ്ണ, അലിയിക്കാൻ എളുപ്പം ആണ് വിചാരിച്ചാൽ. ഹലോ രാജീവ്, ഹൗ ഡു യു ഡു? പ്ലീസ് ടു മീറ്റ് യു. കൂടെ കൈ വിടറാ. സുപ്രണി, ഈ തലയ്ക്കകത്ത് ഒന്നുമില്ലെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷേ ഗുരുജി ഒരു ഐഡിയ പറഞ്ഞല്ലോ. ആ ഐഡിയക്കകത്ത് വലിയൊരു അപകടം നമ്മളറിയാതെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതെന്താണെന്ന് മനസ്സിലായോ? ഇവൻ ചെന്ന് ആ പെണ്ണുമായിട്ട് ഇടപഴകുന്ന ഈ ഒരാഴ്ചക്കുള്ളിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം അമേരിക്കൻ പയ്യൻ ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവന് ആപ്പിലാവില്ലേ? അല്ല, ആപ്പിലാവില്ലേ? നമ്മളെല്ലാവരെയും സെൻട്രൽ ജയിലിൽ എക്സ്കർഷന് കൊണ്ടുപോകാനുള്ളതാണ് ഈ ഏർപ്പാട്. മരക്കഴുതേ, നീ ഇത്രയും ആലോചിച്ച സ്ഥിതിക്ക് ഞാനെന്താ വെറുതെ ഇരിക്കുന്ന? പിന്നെ അതിന്റെ അപ്പൻ ഐഡിയ എന്റെ ഉണ്ട്. ഇനി വന്നേ. കാത് കടിച്ചെടുക്കരുത്. മനുഷ്യൻ നടക്കാനും പറ്റില്ല. അത് അവളുടെ റൂം തന്നെയാണോ? അവിടെ ഒരു കിളവിടെ കുളിച്ചിടാ. ഇത് കട്ടിയണ. അയ്യോ, കട്ടിംഗ് പ്ലെയർ എടുക്കാൻ മറന്നുപോയടാ. അതോർത്ത് വിഷമിക്കണ്ട, എന്റെ കയ്യിലുണ്ട്. കറക്റ്റായിട്ട് പിടിക്കാൻ ഞാനാണ് കപിൽ ദേവ്. ഇവിടെ മൊത്തം ഇരുട്ടാടാ, ഏതാണെന്ന് മനസ്സിലാകുന്നില്ല. നിന്റെ മോത്തേക്കിരിക്കുന്ന കണ്ണാടി എടുക്കണം. അയ്യോ, കണ്ണാടി എടുത്ത് എനിക്ക് ചെവി കേൾക്കാൻ പറ്റില്ല. ഒരു ഐഡിയ പറയട്ടെ. നാളെ പകൽ സമയത്ത് വന്നിട്ട് കട്ട് ചെയ്തിട്ട് പോയാൽ പോരെ? അത് വേണ്ട, ടോർച്ച് പിടി. ടോർച്ച് പിടി. സ്വിച്ച് അവിടെ പോയി നോക്കി. കട്ട് ചെയ്തടാ. ഇതാണോ ടെലിഫോൺ കേബിളിന്റെ ലെങ്ത്? കഴുതേ, ഐ ആം സോറിടാ. ഒരു ചെറിയ ടെക്നിക്കൽ ഡിഫക്റ്റ്. ടെൻഷനിൽ ഞാനെന്റെ അരഞ്ഞാനച്ചത് തന്നെ കട്ട് ചെയ്തടാ. ഏയ്, ഇത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കാര്യമായിരുന്നു, കുഴപ്പമില്ലായിരുന്നു. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ കാര്യമാണ്. പിടിച്ചോണ്ട് പോയി CBI അവർ വരുന്നൊക്കെ പറഞ്ഞ് ജീവിതം തുറഞ്ഞു പോകും. ഫോൺ അടിക്കുന്നു. അത് STD ISD പോലെ ഉണ്ട്. ആ അമേരിക്കക്കാരൻ്റെതായിരിക്കും. പെട്ടെന്ന് കട്ടിയണം. കട്ട് ചെയ്തടാ.